UDF അധികാരത്തിൽ വന്നാൽ വിജയിച്ച MLA-മാരിൽ നിന്നാണോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആ ചോദ്യത്തിൽ വീഴുന്നയാളല്ല താൻ എന്നായിരുന്നു മറുപടി. സീറ്റ് കിട്ടുന്നവർക്ക് മാത്രമല്ല പാർട്ടി പരിഗണന കൊടുക്കാൻ വേണ്ടി പോകുന്നു. സീറ്റ് അർഹതയുണ്ടായിട്ടും സീറ്റ് കിട്ടാതെ പോയ പ്രവർത്തകരെല്ലാം, നേതാക്കൾക്കെല്ലാം അവർക്കായിരിക്കും സർക്കാർ വന്നാൽ മുൻഗണന എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായിട്ടും പാർട്ടി തീരുമാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവരോടെല്ലാം. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിയില്ല, അവരെ പക്ഷേ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന് മനസ്സിലായി. വീഴുന്ന ആളല്ല കേട്ടോ, അങ്ങനെ വീഴുന്ന ആളല്ല. നിങ്ങളൊക്കെ സഹായം കൊണ്ട് കുറേ നാളായിട്ട് ഞാൻ നിൽക്കുകയല്ലേ, 40, 45, 50 കൊല്ലമായില്ലേ ഈ രംഗത്തുള്ളത്. അതുകൊണ്ട് അതിൽ UDF അധികാരത്തിൽ വന്നാൽ മത്സരിക്കാത്തവർക്ക് പ്രധാന സ്ഥാനങ്ങൾ നൽകും എന്ന് KC വേണുഗോപാൽ ഇന്നും ആവർത്തിച്ചിരിക്കുന്നു. റിനു ശ്രീധർ ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. റിനു, KC വേണുഗോപാൽ ആ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതായത് സ്ഥാനാർത്ഥിയാകാൻ അർഹതയുണ്ടായിട്ടും സീറ്റ് കൊടുക്കാതെ പറ്റാതിരുന്നവർക്ക് അർഹമായ പരിഗണന നൽകും എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണല്ലോ ജയിക്കുന്ന MLA-മാരുടെ കണക്ക് നോക്കി അല്ലെങ്കിൽ ആ താല്പര്യങ്ങൾ പരിഗണിച്ചായിരിക്കുമോ മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഈ ചോദ്യത്തിലൊന്നും വീഴുന്ന ആളല്ല താൻ എന്നാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിന് അടുപ്പം പുലർത്തുന്ന ആളുകളാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുടെ ഫലത്തിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. തീർച്ചയായും GK, പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അർഹിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ, പക്ഷേ എല്ലാവർക്കും സീറ്റ് നൽകുവാൻ വേണ്ടി കഴിഞ്ഞില്ല, അവരെ അർഹമായ പരിഗണന നൽകി ചേർത്ത് നിർത്തും എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അവരെ എത്തിക്കുമെന്നുള്ളതാണ്. അതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥാനങ്ങളിൽ അങ്ങനെ ആയിരിക്കും ഒരു പരിഗണന എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തു വരുന്നവരിൽ നിന്നായിരിക്കും, MLA-മാരിൽ നിന്നായിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം രണ്ടാമതായി നമ്മൾ ചോദിക്കുന്നു. അപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. 40-50 വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ ചോദ്യം തനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്നെ അങ്ങനെ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മനസ്സിലാക്കുക. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു, ഇലക്ഷന് ശേഷം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം 6 മാസത്തിനകം ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു കയറുമെന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു പ്രതികരണം അദ്ദേഹം നടത്തിയതൊപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പട്ടികയിൽ KC വേണുഗോപാലിന്റെ പക്ഷക്കാരാണ് എന്നുള്ള ഒരു കിംവദന്തി കോൺഗ്രസിനിടയിൽ തന്നെ UDF-നിടയിൽ തന്നെ ഒരു സംസാരമുണ്ട്. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് 100% തന്റെ ആൾക്കാരാണ് എന്നുള്ളതാണ്. കാരണം താനാണ് ഇത് പട്ടികയിൽ ഒപ്പിട്ട് ഇവരെല്ലാം തന്നെ തീരുമാനിച്ചത്. താൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവർ 100% എന്റെ പക്ഷക്കാരാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചില സംശയങ്ങൾ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ. എന്തായാലും അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയിലേക്ക്, ആ ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയിലേക്ക് പോകാൻ വേണ്ടി KC തയ്യാറായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.